അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കാട്ടിനകത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടം തേടി പോവാണ്. കാട്ടിനകത്താണ്, ഉള്ളിലോട്ട് പോകണം. പോകുന്ന വഴിയാണെങ്കിൽ അട്ടശല്യമൊക്കെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ വരുന്ന രണ്ടുപേരാണ്. ഒന്ന് സിബി, പിന്നൊന്ന് അഭിഷേക്. ഒന്നും കഴിയാ എനിക്ക്. ഹലോ. അപ്പം ഇതൊക്കെ പണ്ടത്തെ സായിപ്പുമാർ പണിഞ്ഞ ക്വാർട്ടേഴ്സൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ പവർ ഹൗസ് പണിയാൻ വന്നപ്പോൾ അവർ താമസിക്കാനും ആശുപത്രിക്കും ഡോർമെട്രി ആയിട്ടൊക്കെ പണിത സാധനങ്ങളാണ് സായിപ്പുമാർ. ഇത് കാട് തന്നെയാണ്. കാടെന്ന് പറഞ്ഞാൽ ആനയും ഇല്ലേ, പുലിയും കടുവയും എല്ലാം ഉള്ള, കാട്ടുപോത്തും എല്ലാം ഉള്ളൊരു കാടാണ്. അപ്പം ഇങ്ങനെ കിടക്കുക. നമ്മൾ അങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്. ഈ പോകുന്ന വഴിയാണ് അട്ടയൊക്കെ എല്ലാവരും പാൻ്റൊക്കെ പൊക്കി വെച്ചേക്കുക. അട്ടയൊക്കെയാണ് ഇഷ്ടം പോക്കുണ്ട് ഈ പോകുന്ന വഴി. ഇപ്പം നല്ല മഴയോടെ പെയ്തുകൊണ്ട് അട്ടശല്യം നല്ല പോലെ ഉണ്ടല്ലേ. ഈ സായിപ്പന്മാർ ഇവിടെ വന്ന് ഈ സായിപ്പും കുഴി നീ പോകുന്ന ഇതിന് പേര് വരാനുള്ള കാരണം ഈ സായിപ്പന്മാർ വന്നോണ്ടെങ്കിൽ വന്നതോ അറിയത്തില്ല. അവരെന്തെങ്കിലും അവിടെ ചെയ്ത് കാണും. പിന്നെ അവരിവിടെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴേ അവര് വെള്ളത്തിനും ഇതിനൊക്കെ ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലമായിരിക്കും. അപ്പൊ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇത് ഇവിടെ ഒന്നുമില്ല, ഇത് കൊടുങ്കാടല്ലേ. അത് മൃഗങ്ങളല്ല ഇവിടെ അന്നേരം ഇതിനും കൂടുതൽ കാണും. അപ്പൊ അവര് ഇല്ല, അവരിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഈ ബിൽഡിംഗ് എല്ലാം പണിഞ്ഞ് ഇപ്പൊ ഈ ബിൽഡിംഗ് ഉപയോഗിക്കുന്നില്ല. KCB ബിൽഡിംഗ് എല്ലാം കളഞ്ഞ് ഇവിടെ എല്ലാം സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് മാറ്റുന്നത്. മുള്ളു പിടിച്ചു. അത് പവർ ഹൗസിന്റെ അടുത്ത് ആൾക്കാർ താമസിക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ താമസിക്കാനുണ്ട്. ഒരു 10, 15, 20 കൊല്ലം മുമ്പ് ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം ഇവിടെ ജോലിക്കാരെല്ലാം മുകളിലോട്ട് മാറ്റി, 40-ലോട്ട് മാറ്റി. അങ്ങനെ ഈ ബിൽഡിംഗ് ഒക്കെ ഇവിടെ കിടന്ന് പഴകി ഇപ്പം ആരും താമസിക്കാതെ നശിച്ചു. നമുക്ക് അങ്ങോട്ട് ഇതിപ്പോ ഇനിയിപ്പം ഇനി കൊടുങ്കാടാണ് പറയുന്ന ചുമ്മാ. കണ്ടോ അവിടെയും കണ്ടോ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. കണ്ടോ ഇതെല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ഈ കാട്ടിനകത്തിൽ കൂടെ വേണം നമുക്ക് ഇനിയും പോകാൻ. ഇനിയും അട്ടശല്യം നല്ല പോലെ കാണും. അട്ട വരുന്ന വഴി എല്ലാം ഉണ്ട്. പറയുന്ന ഭാഗ്യം ഉണ്ട് വല്ല മൃഗങ്ങളെയും കാണാം അല്ലേ. അല്ലേ തിരിച്ചാ ടൂൾസ്, ഉപ്പ്, സാനിറ്റൈസർ, ഫുൾ സാധനങ്ങളുണ്ട്. ഇതുണ്ട് ആനപ്പിണ്ടം കിടക്കുന്നത്. പക്ഷെ കുറച്ച് പഴക്കമുള്ള, ഇപ്പോഴത്തെ ഒന്നും അല്ല. നല്ലൊരു ഫീലാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. കാരണം നിങ്ങൾ ഈ സൗണ്ട് തന്നെ കേൾക്കും. ഇപ്പം മഴയോടെ പെയ്തുകൊണ്ട് നല്ലപോലെ വെള്ളമായി ഇവിടെ. അട്ട കയറി ഇതുണ്ടോ, അട്ട കയറി. ഇതാണ് സ്ഥലം. കണ്ടോ വ്യൂ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. നല്ല അവിടെ സത്യം പറഞ്ഞാൽ നല്ല ഇത് നീന്താൻ അറിയാവുന്ന ആരുണ്ട്. ഇവൻ അങ്ങ് ആലപ്പുഴയെന്ന് വന്നയാ, നീന്താൻ അറിയാതെ മേടിച്ചു. എന്നുകൊണ്ട് ഇത് നമ്മൾ സാനിറ്റൈസർ അടിച്ചവനെ അങ്ങ് മയക്കും. ഇവിടെ തെള്ളി ഞാൻ കളയും. അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനും തിരിച്ചാലും ഇറങ്ങുന്നില്ല, നീന്താൻ അറിയത്തില്ല. അതാണ് കാര്യം. ഞങ്ങൾക്ക് 2 പേർക്ക് നീന്താൻ അറിയത്തില്ല. ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഒരാലപ്പുഴക്കാരൻ കണ്ടോ, തല മാത്രമേ ഉള്ളു. ഇവന് നീന്താൻ അറിയാം, ഞങ്ങളിറങ്ങി. ഈ വെള്ളം കണ്ടോ, നമ്മൾ വിചാരിക്കുന്നതിനോട്ടല്ല, നല്ല ഒഴുക്കുണ്ട്. നമ്മൾ മാക്സിമം അറിയാത്ത സ്ഥലത്ത് പോയി വെള്ളത്തിൽ ഇറങ്ങി പണി വാങ്ങിക്കാതിരിക്കുക. നീന്തൽ അറിയാമെങ്കിൽ തന്നെയും നമ്മൾ അതെ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ ഒഴുക്ക് നിങ്ങൾ ഫോണിൽ കൂടെ നിങ്ങൾക്ക് എന്തോരം നിന്ന് കഴിഞ്ഞാൽ പറിച്ചുകൊണ്ട് പോകുന്ന ഒഴുക്കാണ്. അമ്മാതിരി ഒഴുക്കാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾ ഒരു 4-5 ദിവസം, ഒരാഴ്ച മുമ്പ് വന്ന് ഇറങ്ങിയതാണ് ഇവിടെ. അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു. അന്ന് ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ. പക്ഷേ അവന് നീന്താൻ അറിയാതെ കോൺഫിഡൻസ് അവന്. നമുക്ക് അറിയാം, പക്ഷെ എന്നാലും വേണ്ട, കുറച്ചൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട. എന്നാലും ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിരിക്കാം. അങ്ങോട്ട് അല്ല, അവിടെ നല്ല കുഴിയാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് ഈ വെള്ളം വന്ന് വീണിട്ട് അവിടെ നല്ല കുഴിയാണ്.
അന്ന് വന്നപ്പോൾ തന്നെ ഒരാൾ താഴ്ച കൂടി, അന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇന്നിപ്പം നല്ലപോലെ വെള്ളം കൂടുതൽ, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ടോ? അവനല്ലേ ഇവിടുന്ന് പോയാൽ താഴെ പവർ ഹൗസിൽ ഞാനിപ്പോ വെള്ളത്തിനകത്താ. ഞാൻ ഇവിടെ തന്നെ നിന്നപ്പോ ഇത്രയും കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. എങ്ങനെയുണ്ടാ വന്നിട്ട്? നീ ആദ്യമായിട്ടല്ലേ വരുന്നേ? എങ്ങനെയുണ്ട്? നല്ലല്ലേ? നല്ലല്ലേ? രസമില്ലേ? ഇച്ചിടെ ഇത്ര ഒഴുക്കില്ലാതെ നമുക്ക് ഇറങ്ങാമായിരുന്നു അല്ലേ? ഇത് അടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇത് മണ്ണ് വന്ന് നിറഞ്ഞു കിടക്കും ഇവിടെ, സത്യം പറഞ്ഞല്ലേ? അടിയിൽ മണ്ണ് വന്ന് നിറഞ്ഞു കിടക്കുക. സത്യം ഇതിനും കുഴിയുള്ളതാ ഇവിടെ. അങ്ങോട്ടൊക്കെ ഉണ്ടോ? നല്ല വൈബ്, ഫുൾ കാട്. അതെന്താ കണ്ടോ നിങ്ങള്? കാടിന്റെ നടുക്ക് ഇത്. സത്യം ഇപ്പൊ ആന വല്ല പതാ തേയ്. നമ്മള് തിരിച്ചു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് നീന്താറിയ, ഞങ്ങൾക്ക് നീന്താറിയത്തില്ല. നിനക്ക് അതിന്റെ എന്നിട്ട് കണ്ടായിരുന്നു കല്ല് അള്ളി പിടിച്ചിരിക്കുന്നത്, കൊരകരൊക്കെ പോയിരിക്കുന്നത്. അതെ, ഞാനും ശിവചാണ്ടനും ആ സൈഡിൽ ഇരിക്കുമായിരുന്നു. നമുക്ക് വയ്യായിരുന്നു. വല്ല അടിച്ച് എന്താ കടിച്ച് വെള്ളത്തിലാണ് പോയ ആടില്ല, താഴെ തന്നെ നിൽക്കുന്നത്. അതെ, താഴെ തന്നെ അവിടെ നിൽക്കുക. എന്ത് ദുരിതമാണോ ഇയാളെന്ത് ദുരിതമാണോ? മൂന്നൊക്കെ പൊട്ടി ഇങ്ങനെ പറയാവോ? ഒരു സ്ഥലത്ത് പോകാതെ ഇങ്ങനെ വെറുപ്പിക്കാവോ? ഇത് മനുഷ്യരാണോ? നെഗറ്റീവ് ഓളിയല്ലേ? ഞാൻ ഇനി കൂട്ടരുത്. പ്രായമുണ്ട്, 10-40 വയസ്സായല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം പക്വതൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോ അപരാധത്തോടെ ഇതുപോലെ ഇങ്ങനെ പറയാവോ? അന്നാ ഒരു വൈബിനും ഉണ്ട്, ഇതൊരു വൈബ് ഇല്ലാത്ത പൈസയായി പോയി. ഹോസ്പിറ്റലും ഇതൊക്കെ ആയിരുന്നല്ലേ? എന്തോ വലിയ ബിൽഡിംഗ് അല്ലേ അന്നത്തെ കാലത്ത് പണിഞ്ഞ് അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിഞ്ഞു വെച്ച സാധനം. അവിടെ ഒരു പാലമുണ്ട്. എന്തിന്റെ? ഓ, ആരാണ്ട് കാര്യമായിട്ട് പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അപ്പു, അമ്മു. ബിൽഡിംഗ് ഉണ്ട്. അതുകൊണ്ട് വിളക്കൊക്കെ ഇരിക്കും. അത് ഓരോ സൈസിൽ. നൈസ് വ്യൂ അത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ? ക്ലൈമറ്റ് ആയില്ലേ? അട്ട മഴ പെയ്തപ്പോ തന്നെ അട്ടയാ. അതെ, ഇവിടെ ഇപ്പൊ ഈ മഴ പെയ്തോണ്ട് ഇപ്പൊ നല്ല ക്ലൈമറ്റ് കണ്ടോ? അതെ, അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് ഈ പോകുന്നത്. ഈ വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത് കണ്ടോ? ഇവിടുന്നുള്ള വ്യൂ ആണ് ഇത്. ഫുൾ നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം ഈ അട്ടയെ നമ്പി ജീവിക്കാൻ പറ്റത്തില്ല. വേറൊരു പ്രശ്നമില്ല. അട്ടയില്ലായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് എല്ലായിടത്തും ഇറങ്ങി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. പൊതുസ്ഥലത്ത് തോന്നിവാസം കടിക്കുന്നു. കണ്ടോ? നല്ല നൈസ് വ്യൂ അല്ലേ? കണ്ടോ? നൈസ് വരുന്ന വെള്ളോ അവിടുന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന പോട്ട് പോവും. കണ്ടോ ഗൈസ്? വ്യൂ കണ്ടോ? വ്യൂ നൈസ് വ്യൂ അല്ലേ? ഇന്ന് നമ്മൾ ഫുള്ള് അവിടെ എല്ലാം പോയി കറങ്ങി സെറ്റായി എല്ലാം കണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ റൂമിൽ വന്ന്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നല്ല നല്ല വീഡിയോസായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.